നമ്മളൊക്കെ പ്രതീക്ഷിക്കണം, നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം നടക്കണമെന്നില്ല. ആയ അവസ്ഥയിൽ സൃഷ്ടാവിനോട് പരാതിയില്ലാതെ സന്തോഷത്തിൽ ജീവിക്കാൻ അറിവിലൂടെ പഠിക്കണം, അറിവിലൂടെ നേടണം എന്ന ഒരു സത്യം, അറിവ് മാത്രം പകർന്നു തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് നന്ദി. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെ ലൈഫ് ലൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്നെ കൊണ്ട് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. വേറെ എന്താ വിശേഷം? സുഖല്ലേ? എന്തേ ചോദിക്കാനുണ്ടോ? ഓക്കെ. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഒരുപാട് മെമ്പേഴ്സില് 90% പേരും സുഖമില്ലാത്തവരാണ്. പലരും ഡിഫറന്റ്ലി ഏബിൾഡ്, ഭിന്നശേഷിക്കാരെന്നൊക്കെ പറയും. ഞാൻ അവർക്കൊരു പുതിയ ഡിക്ഷണറിയിൽ ഒരു പുതിയ ഇടം കണ്ടുപിടിച്ചു, പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചു. ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഫംഗ്ഷനിലൊക്കെ പോയിട്ടുണ്ട്. മലമ്പുഴ നമ്മുടെ ഗവൺമെന്റിന്റെ ഡാം ഉണ്ടല്ലോ, പാർക്ക്, മലമ്പുഴ പാർക്കില് ഗവൺമെന്റ് കുറച്ച് സ്ഥലം എനിക്ക് പാർക്ക് വെക്കാൻ തന്നു. അത് ഇവർക്ക് വേണ്ടിയിട്ടാണ് ആ പാർക്കിന് പേരിട്ടത്. ബോച്ചെ പാർക്ക് ഫോർ നോട്ട് ഡിഫറന്റ്ലി ഏബിൾഡ്, ഫോർ ഏബിൾഡ് ഏഞ്ചൽസ്, കഴിവുള്ള മാലാകമാർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കാണ് അവിടെ. അവർക്ക് മാത്രമായിട്ടാണ്. മലമ്പുഴയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാം. അതുകൊണ്ട് നമ്മൾ ഭിന്നശേഷിയല്ല. ഞാൻ ഇവരെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് പാടാനും വരയ്ക്കാനും ഒരുപാട് കഴിവുകളുള്ള, നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ കഴിവുള്ളവരാണ് ഏബിൾഡ് ഏഞ്ചൽസ് എന്ന് വിളിക്കാൻ കാരണം. അതുകൊണ്ട് എനിക്ക് അവരോടൊക്കെ, പിന്നെ എന്റെ ബ്രദറിനും എന്റെ സഹോദരനും ജന്മനാൽ കൈയില്ലാത്തവനാണ്. അതുകൊണ്ട് അതിന്റെ വിഷമം കുറവൊക്കെ എനിക്ക് മനസ്സിലാവും, അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ട് ഞാൻ വളരെ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ കാലഘട്ടത്തിൽ ഇന്ന് സമ്പത്ത് കൊടുക്കാൻ ആളുണ്ട്, പിരിവ് നൽകാൻ ആളുണ്ട്. പക്ഷേ പാവങ്ങൾക്ക് വേണ്ടി സമയവും സമ്പത്തും ചെലവ് ചെയ്ത് മുന്നോട്ട് വരാൻ ഈ കാലത്ത് ആൾക്കാരെ കിട്ടാനില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സഹോദരിമാരും സഹോദരന്മാരും ഒരു കൂട്ടം ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി ശക്തമായി മുമ്പോട്ട് വരുന്നു എന്നതുകൊണ്ട് അവർക്കൊരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. അപ്പോ താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാ സ്നേഹത്തിനും പ്രത്യേകം നന്ദി.